അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി തീരുമാനിക്കേണ്ട 2 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇന്റേതും അപേക്ഷിച്ചോള്. അപ്പോൾ കുടുംബത്തിൽ മറ്റേ കുട്ടിൻ്റെതും ഉണ്ട്, ഈ കുട്ടിൻ്റെ ഉണ്ട്. എല്ലാവരതും പാടെ കറണ്ട് ബില്ല് അടക്കം പണ്ട് സ്വീകരിക്കണ പോലെ സ്വീകരിച്ചിട്ട് അങ്ങനെ ഒരാളെ ഏൽപ്പിച്ച് ചെയ്യുന്ന കൂട്ടരുണ്ട്. അതല്ല, കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് സമയമാകുമ്പോൾ എൻ്റെയും കൂടിയും കൊടുക്കുകൊണ്ട് പറഞ്ഞിട്ട് അവിടെ ടോക്കൺ കൊടുത്ത് ചെയ്യണത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോയുടെ വഴികാട്ടി എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് കൂടെയുള്ളത് മലപ്പുറം ജില്ലയിലെ അടക്കാക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള ഡോക്ടർ അനസ് കാരക്കാടൻ അവറുകളാണ്. 4,17,000-ഓളം കുട്ടികൾ SSLC പരീക്ഷ എഴുതി ഫലം കാത്ത് ഇനി ഫലം വന്ന് അതിനുശേഷം +1 +2 അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വഴികാട്ടിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ ശ്രോതാക്കളെയും ഡോക്ടർ അനസ് സാറേയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സർ, ആദ്യമായി ചോദിക്കാനുള്ളത്, ഈ +1 +2 അഡ്മിഷന് വേണ്ടി, അതായത് +1 അഡ്മിഷന് വേണ്ടിയിട്ട് ഏത് വെബ്സൈറ്റിലാണ്, എന്താണ് അതിൻ്റെ കോമൺ പ്രൊസീജിയർ? ഒരു 10ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടി ഏത് സൈറ്റിൽ കാര്യങ്ങളിൽ പോയിട്ടാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ ആരംഭിക്കേണ്ടത്? സാധാരണഗതിയിൽ 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ റിസൾട്ട് വന്ന ദിവസങ്ങളിൽ +1 അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം www.hscap.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമ്മൾ അപേക്ഷകൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപേക്ഷകൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആദ്യം ഒരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആദ്യം നമ്മുടെ ജില്ല സെലക്ട് ചെയ്യാനാണ് ആവശ്യപ്പെടുക. ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ നമ്മുടെ അടിസ്ഥാന വിവരങ്ങൾ നൽകിക്കൊണ്ട് നമുക്കൊരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം ഈ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ പഠന മേഖലയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ കോഴ്സുകൾ +1-ലുണ്ട്. അത്തരം കോഴ്സുകളിലേക്ക് പോകേണ്ട ഏതൊക്കെ കോഴ്സുകൾ ഏത് സ്കൂളുകളിലാണ് അഡ്മിഷൻ കിട്ടേണ്ടത്, ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചോയ്സിനനുസരിച്ച് ആദ്യം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ അഡ്മിഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ആരംഭിക്കാവുന്നതാണ്. ഇതിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ യഥാർത്ഥ വിവരങ്ങൾ മാത്രമേ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുള്ളൂ. പല ആളുകളും പല രീതിയിൽ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ആ ഒരു രീതി ഇതിൽ സ്വീകരിക്കരുത്. സത്യസന്ധമായിരിക്കണം നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് നമ്മളാണ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും ഈ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു അഡ്മിഷൻ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം കുട്ടി സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് സ്കൂൾ അധികൃതർ ഈ നൽകിയ രേഖകൾ മുഴുവൻ അവിടെ വെരിഫിക്കേഷന് വിധേയമാക്കും. വെരിഫിക്കേഷന് വിധേയമാക്കുന്ന സമയത്ത് ഏതെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കിട്ടിയ അഡ്മിഷൻ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇത് സാധാരണ വലിയ ക്യാമ്പസുകളിലും ബാക്കിയൊക്കെ കുട്ടികൾക്ക് ഒരുപാട് അപ്ലോഡ് ചെയ്ത് പരിചയമുണ്ടാവും. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റിസൾട്ട് മൊബൈലിൽ വരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് എളാപ്പാക്കോ അല്ലെങ്കിൽ ജ്യേഷ്ഠനോ ഉപ്പാക്കോ അയച്ചു കൊടുത്തിട്ട് ഇൻ്റേതും അപേക്ഷിച്ചോള്. അപ്പോൾ കുടുംബത്തിൽ മറ്റേ കുട്ടിൻ്റെതും ഉണ്ട്, ഈ കുട്ടിൻ്റെ ഉണ്ട്. എല്ലാവരതും പാടെ കറണ്ട് ബില്ല് അടക്കം പണ്ട് സ്വീകരിക്കണ പോലെ സ്വീകരിച്ചിട്ട് അങ്ങനെ ഒരാളെ ഏൽപ്പിച്ച് ചെയ്യുന്ന കൂട്ടരുണ്ട്. അതല്ല, കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് സമയമാകുമ്പോൾ എൻ്റെയും കൂടിയും കൊടുക്കുകൊണ്ട് പറഞ്ഞിട്ട് അവിടെ ടോക്കൺ കൊടുത്ത് ചെയ്യണത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ കുട്ടികൾ ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്ത് സാധാരണഗതിയിൽ പരിചയം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഈ കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി സർക്കാർ തന്നെ, വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കൃത്യമായ നടപടികൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരു ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് എല്ലാ സ്കൂളുകൾക്കും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിർബന്ധമായിട്ടും എല്ലാ സ്കൂളുകളിലും ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. ഈ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, +1-ൽ അപ്ലിക്കേഷൻ കൊടുക്കാൻ അറിയാത്ത കുട്ടികൾക്കും അറിയുന്ന കുട്ടികൾക്കും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുക എന്നുള്ളത് തന്നെയാണ്. +1-ൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം ഓൺലൈൻ അപ്ലിക്കേഷൻസ് നൽകുക എന്നുള്ളതാണ്. സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബുകൾ ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമായ അപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സർക്കാർ നിർബന്ധമായിട്ടും നടപ്പിലാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഈ സൗകര്യം ഉപയോഗിക്കണം എന്നാണ് ആ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. +2 സീറ്റിനേക്കാളും കൂടുതൽ കുട്ടികൾ SSLCക്ക് ഫുൾ A+ കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ കുട്ടികൾ സാധാരണ ഇപ്പോൾ ഇന്ന സ്ഥലത്ത് തന്നെ കിട്ടണം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഒരു 150 A+ ഫുൾ A+ കിട്ടിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു 180 കുട്ടികൾക്ക് തന്നെ അവിടെ ആ സ്കൂളിൽ തന്നെ കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല.
അപ്പൊ ഇങ്ങനെ വരുമ്പോ യഥാർത്ഥത്തില് എന്താണ് അവര് ശ്രദ്ധിക്കേണ്ടത്? സ്കൂളുകൾ ചൂസ് ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതില് ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി തീരുമാനിക്കേണ്ട 2 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അതില് ഒന്നാമത്തത് ഏത് സ്കൂളിലാണ് പഠിക്കേണ്ടത് എന്ന് കുട്ടി ആദ്യം ഒരു തീരുമാനമെടുത്തിരിക്കണം. രണ്ടാമത് ഏത് കോഴ്സ് പഠിക്കണം എന്ന് നിർബന്ധമായും കുട്ടി തീരുമാനിച്ചിരിക്കണം. പ്രധാനമായിട്ടും കേരളത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3 തരം കോഴ്സുകളാണുള്ളത്. സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഭാഗങ്ങളിലായി 46ഓളം ഓപ്ഷൻസാണ് സർക്കാർ ഇതിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് കോഴ്സ് പഠിക്കണമെന്ന് തീരുമാനിക്കാം. 2 കാര്യമാണ് സൂചിപ്പിച്ചത്. ഒന്ന് ഏത് സ്കൂൾ വേണം, ഒന്ന് ഏത് കോഴ്സ് വേണമെന്നുള്ളത്. ഇത് തീരുമാനിച്ചതിന് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം അഡ്മിഷൻ പ്രൊസീജിയർ ആരംഭിക്കേണ്ടത്. പ്രത്യേകിച്ചും ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ആരംഭിക്കേണ്ടത്. അപ്പോൾ ഒരു കുട്ടിക്ക് സ്കൂളാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കൂളുകളെ ആപ്ലിക്കേഷൻ സമയത്ത് നമുക്ക് 50ഓളം സ്കൂളുകളെ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഈ 50 സ്കൂളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് 1, 2, 3 ഈ രീതിയിൽ അതിനെ ഓർഡർ ചെയ്യാം. അടുത്തത് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് സ്കൂൾ പ്രശ്നമല്ല. എനിക്ക് ഇന്ന കോഴ്സ് തന്നെ കിട്ടണമെന്ന് നിർബന്ധമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ എന്ന ആ രീതിയിൽ ആവശ്യമുള്ള ഇപ്പോൾ സയൻസ് ആണ് വേണ്ടതെങ്കിൽ തൊട്ടടുത്ത് കുട്ടിക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്ത സ്കൂളുകളിൽ ആദ്യം എന്ന രീതിയിൽ സയൻസിനാണെങ്കിൽ സയൻസിന്, കൊമേഴ്സിനാണെങ്കിൽ കൊമേഴ്സിന്, ഹ്യൂമാനിറ്റീസിനാണെങ്കിൽ ഹ്യൂമാനിറ്റീസിന് കോഴ്സുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം വേണ്ടത് സയൻസ് ആണെങ്കിൽ തൊട്ടടുത്തുള്ള എല്ലാ സ്കൂളുകളിലും സയൻസ് ആണ് കുട്ടി പ്രിഫർ ചെയ്യേണ്ടത്. സ്കൂൾ പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ. ഇനി അല്ല ഹ്യൂമാനിറ്റീസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത എല്ലാ സ്കൂളുകളിലും ഹ്യൂമാനിറ്റീസ് ആണ് കുട്ടി പ്രിഫർ ചെയ്യേണ്ടത്. കുട്ടീൻ്റെ തൊട്ടടുത്ത യാത്രാ സൗകര്യം, മറ്റ് സൗകര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കുട്ടീൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് ഈ 2 രീതികളാണ് സ്വീകരിക്കേണ്ടത്. ഇനി ഈ 2 രീതികൾ അല്ലെങ്കിൽ 2 ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ സ്കൂളും കോഴ്സും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടി അതിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മറ്റ് തൊട്ടടുത്ത സ്കൂളുകളിൽ എത്ര വരെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏത് മാർക്ക് വരെ അല്ലെങ്കിൽ മൊത്തം ഇതിന് മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഇതിൻ്റെ കുട്ടികളുടെ SSLCയിലെ ഗ്രേഡ് മാത്രമല്ല ഇതിലെ അഡ്മിഷൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. WGPA എന്ന് പറയുന്ന ഒരു ഒരു വെയിറ്റേജ് വെച്ചിട്ട് ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് ഇതിൽ കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ കുട്ടികളുടെ ബോണസ് പോയിന്റുകൾ പരിഗണിക്കപ്പെടും. ബോണസ് പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതേ സ്കൂൾ തന്നെ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിച്ച അതേ സ്കൂൾ തന്നെയാണെങ്കിൽ അതിന് 2 മാർക്ക് ബോണസ് പോയിന്റ് ഉണ്ട്. അതേപോലെ തന്നെ അതേ പഞ്ചായത്താണെങ്കിൽ സെയിം പഞ്ചായത്തിലെ സ്കൂൾ തന്നെയാണെങ്കിൽ കുട്ടിയുടെ പഞ്ചായത്തും അതേ പഞ്ചായത്തിലെ ഒരു സ്കൂളാണെന്നുണ്ടെങ്കിൽ അതിനും 2 മാർക്ക് ഗ്രേഡ് പോയിന്റ് ഉണ്ട്, ബോണസ് പോയിന്റ് ഉണ്ട്. ഇതല്ലാതെ പിന്നെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടിയാണെന്നുണ്ടെങ്കിൽ 3 ബോണസ് പോയിന്റ് ഉണ്ട്. ഈ രീതിയിൽ ധാരാളം ബോണസ് പോയിന്റ് സാധ്യതകളുണ്ട്. ഇതല്ലാതെ തന്നെ കുട്ടിയുടെ ബോണസ് പോയിന്റുകൾ 2 കുട്ടികളുടേത് തുല്യമായി വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി ധാരാളം മറ്റ് സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും കുട്ടിയുടെ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, എത്ര ക്ലബ്ബുകളിൽ കുട്ടി പങ്കെടുത്തിട്ടുണ്ട്, അതേപോലെ കുട്ടി ജേർണലുകളുടെ പബ്ലിക്കേഷൻസ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അതേപോലെ ഇപ്പോൾ ബോണസ് പോയിന്റ് പറഞ്ഞ സമയത്ത് പറയേണ്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ കുട്ടിയുടെ സ്പോർട്സിലെ, ആർട്സിലെ സംസ്ഥാന തലത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾ, ശാസ്ത്രമേളയിൽ സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത കുട്ടികൾ, സ്കൗട്ടിൽ, SPC. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലെ ഗ്രേഡ് മാത്രമല്ല ഇതിൻ്റെ മാനദണ്ഡം എന്നാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഈ എല്ലാ മാനദണ്ഡങ്ങൾക്കുമുള്ള രേഖകൾ കുട്ടി അപേക്ഷ നൽകുന്നതിന് മുമ്പായി റെഡിയാക്കി വെക്കണം. കാരണം അപേക്ഷയിൽ ഇതിലെ പല സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്താൽ മാത്രമേ അപേക്ഷയിൽ ഇത് പരിഗണിക്കപ്പെടുകയുള്ളൂ. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. നമ്മൾ കൊടുക്കുന്ന അപേക്ഷ പൂർണ്ണമായും സത്യസന്ധമായിരിക്കണം എന്ന് സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ കുട്ടി ഈ ആവശ്യമായ രേഖകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് അപേക്ഷ സ്കൂൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹെൽപ്പ് ഡെസ്കുകളിൽ പോയി അപേക്ഷ കൊടുക്കാൻ പോകുമ്പോഴും കുട്ടിയുടെ SLCൻ്റെ മാർക്ക് ലിസ്റ്റ് ആ സമയത്ത് കിട്ടാൻ സാധ്യതയില്ല. കുട്ടിക്ക് ഒരു ഓൺലൈൻ കോപ്പി ആയിരിക്കും കയ്യിലുണ്ടാകുക. കേരള സിലബസിൽ പഠിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ കോപ്പിയുടെയും ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഏതെങ്കിലും അഡീഷണൽ വിവരങ്ങൾ കണ്ടെത്താൻ വേണ്ടി മാത്രമായിട്ട് ഈ ഓൺലൈൻ കോപ്പികൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ മാർക്ക് സാധാരണ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സൈറ്റിലേക്ക് മാർക്കുകൾ ഫെച്ച് ചെയ്യപ്പെടുന്ന, കയറി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ആ ഡാറ്റാബേസും ഈ ഡാറ്റാബേസും ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് കയറി വരുന്ന സാഹചര്യമാണുള്ളത്. ബാക്കി കുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ SLCൻ്റെ രജിസ്റ്റർ നമ്പർ ഈ വെബ്സൈറ്റിൽ ടൈപ്പ് ചെയ്യുന്നതോടുകൂടി ബാക്കിയുള്ള വിവരങ്ങളും ഇതിലേക്ക് ഫെച്ച് ചെയ്യപ്പെടും. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് എന്താ വെച്ചാൽ ഇത് അത്ര ഒരു കോംപ്ലിക്കേഷനുള്ള പ്രൊസീജിയർ അല്ല. ഒരു ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടു കൂടി ഒരു കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്.
സ്ഥിരമായിട്ട് കോമൺ മിസ്റ്റേക്സുകൾ അപേക്ഷകൾ വരുന്നുണ്ട്. പൊതുവെ എന്താ വെച്ചാൽ കുട്ടികൾ ഇതിനെക്കുറിച്ചൊന്നും ബോധറായിട്ടുണ്ടാവില്ല. പക്ഷേ ആ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെ അഡ്മിഷൻ നഷ്ടപ്പെടുന്ന അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സത്യസന്ധമായിരിക്കണം അപേക്ഷ എന്നുള്ളത് തന്നെയാണ്. അതിൽ എനിക്കതുണ്ട്, എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ആ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്ന് ക്ലെയിം ചെയ്യാൻ പാടില്ല. ക്ലെയിം ചെയ്ത സർട്ടിഫിക്കറ്റ് കൃത്യമായി ഉണ്ടായിരിക്കണം. ഇതല്ലാതെ പഞ്ചായത്ത് മാറിക്കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു പഞ്ചായത്തുള്ള കുട്ടി ആ സ്കൂൾ നിൽക്കുന്ന പഞ്ചായത്ത് ആഹ്, സ്വന്തം പഞ്ചായത്ത് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാവുന്ന രീതിയിൽ പഞ്ചായത്ത് മാറിക്കൊടുത്ത സാഹചര്യങ്ങൾ ധാരാളം കാണാറുണ്ട്. അങ്ങനെ മാറിക്കൊടുത്തു കഴിഞ്ഞാൽ 2 മാർക്കിൻ്റെ ബോണസ് പോയിന്റ് കുട്ടിക്ക് അവിടെ അനുവദിക്കപ്പെടും. യഥാർത്ഥത്തിൽ കുട്ടി മറ്റൊരു പഞ്ചായത്തിലായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ ആ കുട്ടി അഡ്മിഷനുമായി വരുന്ന സമയത്ത് അഡ്മിഷൻ ഡെസ്കിലുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും പ്രൂഫ് ചോദിക്കും. അഡ്രസ് പ്രൂഫ് ചോദിക്കും. അത് മിക്കവാറും ആധാറൊക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. ആ അഡ്രസ് പ്രൂഫ് നോക്കുമ്പോൾ ഈ കുട്ടി മറ്റൊരു പഞ്ചായത്തിലായിരിക്കും താമസിക്കുന്നുണ്ടാകുക. സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അഡ്മിഷൻ ഡിനേ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അഡ്മിഷൻ ഡിനേ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മൊത്തം റാങ്ക് ലിസ്റ്റ് തന്നിട്ടുണ്ടാവും. അഡ്മിഷൻ ലിസ്റ്റ് തന്നിട്ടുണ്ടാവും. ആ ലിസ്റ്റിലെ ഏറ്റവും താഴെയുള്ള കുട്ടിയുടെ ഗ്രേഡ് പോയിന്റിനേക്കാൾ ഈ കുട്ടിക്ക് കൂടുതൽ ഗ്രേഡ് പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. താഴെ പോകുക കാരണം ഈ 2 ബോണസ് പോയിന്റ് പോയി കഴിഞ്ഞാൽ മിക്കവാറും ആ കുട്ടി ചിലപ്പോൾ ഈ ലിസ്റ്റിൽ വരാൻ അല്ലെങ്കിൽ ആ ഗ്രേഡ് പോയിന്റിൽ വരാൻ സാധ്യതയില്ല. ഈ പൊതുവെ പറയാം ഞാനല്ല കൊടുത്തത്, ഞാൻ കമ്പ്യൂട്ടർ സെന്ററിൽ ഏൽപ്പിച്ചായിരുന്നു, പഞ്ചായത്ത് ഇതൊക്കെ അവരാ കൊടുത്തത് പറഞ്ഞിട്ട് പിന്നെ കരയണ സാഹചര്യം ബാക്കിയൊക്കെ അതിന് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഔട്ട് ആവുക എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുള്ള കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തെറ്റായ പഞ്ചായത്ത് ബോർഡറിലൊക്കെ താമസിക്കുന്നത് ആളുകളുണ്ടാവും. വീടൊരു പഞ്ചായത്തിലും മറ്റേത് കമ്പ്യൂട്ടർ സെന്റർ എന്ന് പറയുന്നതൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാം ഒരേപോലെ കയറുകയും ചെയ്യും, 2 മാർക്ക് അഡീഷണൽ കയറുകയും ചെയ്യും. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിൽ ഏൽപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതല്ലെങ്കിൽ അത് ഉപയോഗിച്ച ആൾക്കാരുണ്ടെങ്കിൽ യഥാർത്ഥ അഡ്മിഷൻ്റെ മുമ്പ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. ഈ പബ്ലിഷ് ചെയ്ത സമയത്ത് നമ്മുടെ മുഴുവൻ രേഖകളും അല്ലെങ്കിൽ മുഴുവൻ വിവരങ്ങളും വെബ്സൈറ്റിൽ പരിശോധിക്കാനുള്ള സാഹചര്യമുണ്ട്. ട്രയൽ അലോട്ട്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല കുട്ടികളും ട്രയൽ അലോട്ട്മെന്റ് അല്ലാതെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കും. പക്ഷേ ട്രയൽ അലോട്ട്മെന്റിൽ നമ്മളെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് നമ്മൾ ആ സൈറ്റിലൊന്ന് എൻ്റർ ചെയ്ത് നോക്കുക. കൊടുത്ത വിവരങ്ങളൊക്കെ കൃത്യമാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ആ ട്രയൽ അലോട്ട്മെന്റിൻ്റെ ആ വിൻഡോ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ല ഈ പറഞ്ഞ തെറ്റുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. മീൻസ് വേറെ ഒരു എക്സ്റ്റേണൽ ഏജൻസികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റ് വരാൻ സാധ്യതയുണ്ട്. 3 ഓപ്ഷനാണ് മെയിനായിട്ട് സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്. ഇതിനകത്ത് ഒരു കുട്ടി എന്തിൻ്റെ ബേസിലാണ് ആഗ്രഹിക്കുന്നത്? കാരണം ഇപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിക്കും ബാക്കി മാത്രമല്ല, അതിന് താഴെ ആവറേജ് മാർക്കുള്ള കുറേ കുട്ടികളുണ്ടല്ലോ. പിന്നെ അവരൊക്കെ ഏത് ബേസിലാണ് പിന്നെ അല്ലെങ്കിൽ എത്ര മാർക്കത്തിലാണെങ്കിലും ഇതിന് 3 കാറ്റഗറിയിൽ ഏതിന് പോകണം എന്നുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കേണ്ടത് ആൾക്ക്? ഇതൊരു വലിയ ചോദ്യമാണ്. ഇതിന് അങ്ങനെ ചെറുതായി ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊരു കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഏരിയയാണ്. കാരണം ഒരു കുട്ടി ഏത് കോഴ്സിന് ജോയിൻ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡാണ്. കുട്ടിക്ക് ഏതാണോ താല്പര്യമുള്ളത് ആ താല്പര്യമുള്ള കോഴ്സിലേക്ക് അല്ലെങ്കിൽ മേഖലയിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സയൻസ് എടുക്കുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും സയൻസ് എടുത്ത കുട്ടികളോടൊക്കെ പ്ലസ് വണ്ണിൽ ക്ലാസ്സിൽ അവർ ആദ്യമായിട്ട് വന്ന സമയത്തൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് സയൻസ് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ സാധാരണ പറയുന്ന ഉത്തരം സയൻസ് എടുത്താൽ എല്ലാത്തിനും പോകാമെന്നുള്ളതാണ്. അത് ഒരു ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗികമായി ശരിയാണ്. പക്ഷേ ആ കുട്ടി സയൻസ് എടുത്തിട്ട് ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലുള്ള അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പ്ലാറ്റ്ഫോമിലുള്ള മറ്റൊരു കോഴ്സിലേക്ക് പോകാൻ സയൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ പഠിക്കണമെന്നില്ല. അങ്ങനെ പഠിച്ചിട്ട് ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും കിട്ടേണ്ട കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലെ വിവരങ്ങൾ കുട്ടിക്ക് കിട്ടാതായി പോകുന്നു എന്നുള്ളത് സത്യമാണ്. കുട്ടി അടിസ്ഥാനപരമായ കാര്യങ്ങൾ വീണ്ടും പഠിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ കുട്ടി ഏറ്റവും ആ, ആത്യന്തികമായി ആ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഏതാണോ താല്പര്യം, ബാക്കി വീട്ടുകാരോ അതല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരോ ഒക്കെ മറ്റു പല താല്പര്യങ്ങളുള്ള ആളുകളായിരിക്കാം. ഈ താല്പര്യത്തിനനുസരിച്ച് പോകുമ്പോൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. പകരം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതിനാണോ താല്പര്യം എന്ന് സ്വയം വിലയിരുത്തുക. ഒന്ന് വീട്ടിലിരുന്ന് ശാന്തമായി ആലോചിക്കുക എനിക്ക് ഏതിനാണ് താല്പര്യം. ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിയും ആലോചിക്കണം. ആ, താഴെ മാർക്ക് ഗ്രേഡ് കുറഞ്ഞ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് ചോയ്സ് കുറവാണ്. സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറവാണ്. കാരണം അവർക്ക് കിട്ടുന്നതിന് പോകേണ്ട ഒരു സാഹചര്യം വരും. എന്നാൽ ഒരു 8 A+ മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ചോയ്സ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികളൊക്കെ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് മാത്രമല്ല പൊട്ടൻഷ്യലായ സബ്ജക്റ്റ് അല്ലെങ്കിൽ സാധ്യതയുള്ള സബ്ജക്റ്റ്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ അതിൻ്റേതായ ധാരാളം സാധ്യതകളുണ്ട്. പ്രത്യേകിച്ചും കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനൊക്കെ ആധുനിക ലോകത്ത് ധാരാളം സാധ്യതകൾ ഇപ്പം നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്.
അതിൻ്റെ കമ്പാരിസണിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പം ഏറ്റവും ആദ്യം ഒരു കുട്ടി ചെയ്യേണ്ടത് എൻ്റെ അഭിരുചി എന്താണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. കുട്ടികൾ പലപ്പോഴും ഈ ജെൻസി കുട്ടികൾക്ക് എന്താണ് അഭിരുചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പല അഭിരുചികളുണ്ട്. മൾട്ടിപ്പിൾ ആയിരിക്കും എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും താല്പര്യമുള്ള എനിക്ക് ഈ ഭാവിയിൽ ഇന്ന ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സംതൃപ്തനായിരിക്കും. അല്ലെങ്കിൽ അതായിരിക്കും എൻ്റെ ലൈഫിൽ ഏറ്റവും സംതൃപ്തമായ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി എന്ന തിരിച്ചറിവുണ്ടാകുക 10ാം ക്ലാസ്സിൽ തന്നെ ഉണ്ടായി വരിക എന്ന് പറയുന്നത്. അതിനിപ്പോൾ സ്കൂളുകളിലും പ്രത്യേകിച്ച് ക്ലബ്ബുകൾ മറ്റ് സംവിധാനങ്ങളൊക്കെ ധാരാളം കരിയർ ഓറിയന്റേഷൻസ് നൽകുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളതാണ്. എവിടെയും കിട്ടാതെ ബേജാറായിരിക്കുമ്പോഴേക്കാരം നമ്മൾ പിന്നെ സ്കൂളിൽ അഡീഷണൽ ബാച്ച് വന്നിട്ടുണ്ട്. അത് പല കുട്ടികളും അറിയാറില്ല. ഇങ്ങനെ ഇപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയർ തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ അവിടെ കുറേ സ്പോട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. അതിനൊക്കെ എങ്ങനെ കുട്ടികൾ ജാഗ്രത പാലിക്കേണ്ടത് എങ്ങനെയാണ് ഈ സ്പോട്ട് അഡ്മിഷൻ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്? അതായത് ഒന്നാമത്തെ ലിസ്റ്റ് വരുമ്പോൾ തന്നെ എനിക്ക് എവിടെയും കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അവർക്കുള്ള ഉപദേശം എന്താ നമുക്ക് പറ്റുക? ഇത് കേരളത്തിലെ +1 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ സാധാരണ SLCയുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ +1 സീറ്റുകൾ നിലവിലുണ്ട്. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ വിതരണത്തിൽ അസമത്വം നിലനിൽക്കുന്നുണ്ട്. പല ജില്ലകളിലും അതെ, SLC പാസ്സാകുന്ന കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് +1 സീറ്റുകളില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ശരാശരി ഒരു ഒരു 76,000 77,000ത്തോളം കുട്ടികൾ SLC പാസ്സാകുമ്പോൾ ഇവിടെ നിലവിലുള്ള സീറ്റിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് 65,000ത്തിനും 70,000ത്തിനും ഒക്കെ ഇടക്കാണ്. അപ്പോൾ സർക്കാർ എന്ന് ചോദിച്ചാൽ വലിയ പ്രയാസങ്ങളുണ്ടാകുന്ന സമയത്ത് 20% സീറ്റിൻ്റെയും 30% സീറ്റിൻ്റെയൊക്കെ വർധനവ് നടത്താറുണ്ട്. അങ്ങനെ നടത്തുമ്പോൾ പലപ്പോഴും ആ വർധനവ് നടത്തിയത് ഈ അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ ഇടക്കായിരിക്കും. അതായത് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തതിന് ശേഷവും അത് അവസാനിപ്പിക്കുന്നതിന് ഇടക്കുമായിരിക്കും. അങ്ങനെ ആദ്യം കൊടുത്ത കുട്ടികൾക്ക് മാത്രമേ ഇതിലും അഡീഷണലായിട്ട് കുട്ടികൾക്ക് ആദ്യത്തെ ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഫേസിലേക്ക് പോകുമ്പോൾ മാത്രമാണ് പിന്നെ അപേക്ഷിക്കാത്തവർക്ക് അപേക്ഷിക്കാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് അപ്പോൾ മിക്കവാറും സീറ്റുകളൊക്കെ മലപ്പുറം ജില്ലയെ പോലുള്ള മലബാർ മേഖലയിലെ മിക്കവാറും ജില്ലകളിലൊക്കെ സീറ്റുകൾ ഫില്ലായിട്ടുണ്ടാകും. അതുകൊണ്ട് ഒരിക്കൽ പോലും ഡെഡ്‌ലൈൻ്റെ അപ്പുറത്തേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത തൊട്ടടുത്ത ദിവസങ്ങളിൽ ആദ്യത്തെ 2, 3 ദിവസങ്ങളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഈ സൈറ്റ് ജാമാകാനുള്ളൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആദ്യത്തെ 2, 3 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ടും അവസാന ഡേറ്റിന് മുമ്പായി നിർബന്ധമായും എല്ലാ കുട്ടികളും +1ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും അപേക്ഷ നൽകണം എന്നുള്ളതാണ് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. എസ്എൽസിക്ക് ഫുൾ എ പ്ലസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതാണ് ലാസ്റ്റ് പറഞ്ഞിട്ട് ഭയങ്കര പഠിച്ചും ബാക്കി വന്നു. പിന്നെ റിസൾട്ട് വന്ന് വളരെ റിലാക്സ് മൂഡിലാണ് +1ൻ്റെ അഡ്മിഷനിലേക്ക് വരിക. അതായത് ഒരു ഏകദേശം 2, 3, 4 മാസങ്ങൾ നല്ല ബ്രേക്ക് എടുത്തിട്ടാണ് പിന്നെ അവർ +1 അഡ്മിഷന്. ഇങ്ങനെ പുതുതായി അഡ്മിഷന് വന്നു ചേരുന്ന കുട്ടികൾ ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് +1ന് അവർക്ക് ഉപയോഗിക്കാൻ അതേപോലെ പഠന രംഗത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള എന്ത് ഉപദേശങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കുക? നമ്മുടെ കുട്ടികളിലൊക്കെ സാധാരണ കാണുന്ന പ്രയാസങ്ങൾ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ നിന്നൊക്കെ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങി വരുന്ന കുട്ടികളിൽ തന്നെ ഒരു +1ലെ അധ്യാപകൻ എന്ന രീതിയിൽ നേരിട്ട് ഫീൽ ചെയ്ത 1, 2 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്ര ലാംഗ്വേജ് ഇല്ല എന്നുള്ളതാണ്. അത് മലയാളമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും അവർക്ക് വേണ്ടത്ര അവർക്കറിയാവുന്ന കാര്യങ്ങൾ പോലും എഴുതാനോ, എഴുതി അത് പ്രതിഫലിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറവുണ്ട്. തീർച്ചയായിട്ടും ഒരു +1ലേക്കുള്ള ഒരു ബ്രിഡ്ജ് കോഴ്സ് എന്ന രീതിയിൽ ഇത്തരം ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി കോഴ്സുകളിലേക്കൊക്കെ കുട്ടികൾക്ക് പോകാവുന്നതാണ്. ഇതല്ലാതെ തന്നെ ആനുകാലികമായ ധാരാളം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളോട് നമ്മൾ പത്രം വായിക്കണമെന്നൊന്നും പറയുന്നത് ശരിയല്ല. പത്രത്തിലെ വിവരങ്ങളൊക്കെ അവർക്കറിയാം. പക്ഷേ ഒരു പത്രം വായിച്ചിട്ടല്ല. അപ്പോൾ ഇതിലൂടെ ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ പോലും ധാരാളം സാധ്യതകൾ ഇപ്പോൾ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിക്ക് വേണ്ടി ലിറ്ററേച്ചറിൽ മറ്റ് സാധ്യതകൾ, അതേപോലെ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന കോഴ്സിൽ പ്രത്യേകിച്ചും ഒരു സയൻസിലാണെങ്കിലും കൊമേഴ്സിലാണെങ്കിലും അതേപോലെ ഹ്യൂമാനിറ്റീസിലേക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ ജനറൽ ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ധാരാളം പ്രത്യേകിച്ചും CUTയുമായൊക്കെ ബന്ധപ്പെട്ട കോഴ്സുകൾ, അതിൻ്റെയൊക്കെ ക്രാഷ് കോഴ്സുകൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ +1ലേക്ക് വരുന്ന കുട്ടി +2ൽ മാത്രം പഠനം അവസാനിപ്പിക്കുന്നില്ല. അവിടുന്ന് അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഏത് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ധാരാളം കോഴ്സുകളും ഇതേപോലെ ഒരു ബ്രിഡ്ജ് കോഴ്സ് എന്ന രീതിയിൽ ധാരാളം സാധ്യതകൾ ഇപ്പോൾ നിലവിലുണ്ട്. മുമ്പത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഏത് തരത്തിലുള്ള കോഴ്സുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. ആവശ്യം ഉണ്ടാകേണ്ടത് കുട്ടികൾക്കാണ്. കുട്ടികൾ ഇതോടുകൂടി പിന്നെ റിലാക്സ് ചെയ്ത് കളയാം എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികളെ റിലാക്സേഷൻ്റെ സമയത്തെ നമ്മൾ ദുരുപയോഗം ചെയ്യല്ല. പകരം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ
ടച്ച് വിടാതിരിക്കാൻ ഇതേപോലുള്ള ഏതെങ്കിലും സാധ്യതകളിൽ, പ്രത്യേകിച്ചും സിവിൽ സർവീസ് ഓറിയൻറ്റേഷനുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് മേഖലയിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അത്തരം ജനറൽ നോളജുമായി ബന്ധപ്പെട്ട ധാരാളം സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു ഏരിയയാണ് CUT എന്ന് പറയുന്നത്. കേന്ദ്ര തലത്തിൽ ദേശീയ തലത്തിൽ നടത്തപ്പെടുന്ന ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല. നല്ല യൂണിവേഴ്സിറ്റിയിലോ നല്ല കോളേജിലോ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല റാങ്ക് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഗ്യാപ്പിൽ തന്നെ, ഈ വെക്കേഷൻ സമയത്ത് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഉന്നത പഠനത്തിൽ കടന്നു വരുന്ന കുട്ടികൾക്കുള്ള വഴികാട്ടിയാണ് പ്ലസ് ടു 10ാം ക്ലാസ്സിന് ശേഷം എന്തെന്നുള്ളതാണ് ഡോക്ടർ അനസ് കാരക്കാട് നമ്മോട് ഇത് സംസാരിച്ചത്. ഇതോടുകൂടി വഴികാട്ടി പിസ്രയുടെ വഴികാട്ടി എപ്പിസോഡോട് അവസാനിക്കുന്നു. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.